അങ്ങോട്ടേക്ക് പോയിട്ട് ഇങ്ങോട്ട് എടുത്ത് കയറ്റി നിർത്തിക്കോ. അതിൻ്റെ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബാണ്. അതിൻ്റെ കൂടെ തന്നെ എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി എന്ന് പറയുന്ന ഒരു നേഴ്സസ്മാരുടെ ഒരു കൂട്ടായ്മ കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഇഫ്താറും, അതുപോലെ തന്നെ മരുഭൂമിയിൽ ഒട്ടകങ്ങളെ മേയ്ക്കാനും അങ്ങനെ ഇൻസൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്കറിയാം ഇവിടെ ലേബർ ക്യാമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ ഫുഡുകളും സംവിധാനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ മരുഭൂമിക്കുള്ളിലുള്ളവർക്കുള്ള ആഹാര സാധനങ്ങൾ പലപ്പോഴും അവർക്ക് കിട്ടാതെ പോകും. അങ്ങനെ ഈ ഒരു റമദാൻ്റെ പുണ്യമാസത്തിൽ ഒരാൾ പോലും പട്ടിണി ഇരിക്കാൻ പാടില്ല എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടിയാണ് 4 നേഷനും എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ഗ്രൂപ്പ് കൂടി നടത്തുന്നത്. അപ്പോൾ അവർക്കുള്ള ആഹാര സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടുന്ന് മരുഭൂമിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴിക്കും അവിടെ ചെന്നിട്ടുമൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. എങ്ങനെയാണ് മരുഭൂമിക്കുള്ളിലെ ഒരു ഇഫ്താർ, അല്ലെങ്കിൽ മരുഭൂമിക്കുള്ളിൽ അവരുടെ ജീവിതം എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് പിന്നാലെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഡെസേർട്ടിനുള്ളിലേക്ക് ഉള്ള യാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവിടെ വന്ന വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. നിർത്തിയിട്ടിട്ട് ഇവർ കാറ്റ് റിലീസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഫുൾ എയറിൽ നമുക്ക് ഡെസേർട്ടിനുള്ളിൽ ഡ്രൈവിങ് ബുദ്ധിമുട്ടാണ്, പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് അതിൻ്റെ കാറ്റ് കുറച്ച് അഴിച്ചു വിടും. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് 4x4 ഡ്രൈവ് നാഷണൽ അവരോട് തന്നെ ചോദിക്കും കേട്ടോ, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചേർത്തെ, ഇത് നോക്കി, ഈ പൂ പരിചയം ഉണ്ടോ? നമ്മുടെ നാട്ടിൽ പൂജയ്ക്കൊക്കെ എടുക്കുന്ന പൂ, എരിക്കുമ്പൂ എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരുപാട് നിൽപ്പുണ്ട് കേട്ടോ. നാട്ടിലിത് അധികം കാണാനില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പം നാട്ടിൽ പല കാര്യങ്ങളും അന്യം നിന്ന് പോകുമ്പം അത് പലതും ദുബായിൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഈ ഒരു ഏരിയ ഫുള്ള് കാണാം, ഇവിടെ ഫുള്ളുണ്ട് എരിക്കുമ്പൂ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം കാണാൻ പറ്റാത്തൊരു സാധനമാണ് ആര്യവേപ്പിൻ്റെ ചെടി. പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇപ്പം ദുബായിലെ വഴിയോരങ്ങളിലെല്ലാം ആര്യവേപ്പിൻ്റെ ചെടി, അത് നല്ല മരമായിട്ട് തന്നെ നിറച്ച് ഇലയുമൊക്കെ ആയി നിറയുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ കാത്ത് പരിപാലിക്കുന്നതുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ അല്ലേ നമുക്ക് നിലനിൽക്കുന്നത്. ഇതിവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എരിക്കുമ്പോൾ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ വന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും നമ്മുടെ യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ് മരുഭൂമിക്കുള്ളിലേക്ക്. കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ പിന്നാലെ പറയുന്നതായിരിക്കും കേട്ടോ. വൈകിട്ടല്ലേ വൈകിട്ട് ഒരു മിനിറ്റ് ദീപക് ഒന്നിച്ചല്ലേ വണ്ടി സ്റ്റക്കായി വണ്ടി സ്റ്റക്കായി യാത്ര ആരംഭിച്ചു. യാത്ര നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു വണ്ടി അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവാണ്. ഫ്രണ്ടിലേക്ക് ഇറക്കുക. ആരാ വേണ്ടിയത്? എടുക്കാൻ പാടില്ലായിരുന്നു.
പുസ്തകങ്ങളൊക്കെ പോകുന്നുണ്ടോ? മരുഭൂമിയിലെ കപ്പൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? രസമായിട്ട് ആ ഒരു വണ്ടി അവിടെ കുറച്ച് ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്, അതൊന്ന് കയറ്റി വിടാനുള്ള. അതെടുത്തോ, അതന്നെ എന്നെ എടുത്ത് കൊടുത്തോ. യെസ്, പോരെ 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 പോരെ, എടുത്തോ എന്നിട്ട് ഇതിലെടുത്ത് പോരെ കേട്ടോ. എടുത്തോ നിർത്തണ്ട അവിടെ ഇനി. ഓക്കെ, അവിടെ ബാക്കിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് എടുത്ത് കയറ്റി നിർത്തിക്കോ. ലെഫ്റ്റ് എടുത്തോ. അതെ പുള്ളിയുടെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? പുള്ളിയുടെ വീട്ടിലുണ്ട്, അത് വേറെ വണ്ടി കയറ്റണം. അവിടെ എടുത്തിട്ട് വരാം. ഫുള്ളായി. അതിലാരാണ്? രണ്ടാള്. വണ്ടി കഴിയും. പിന്നെ വേണ്ട ടോം, 2 വണ്ടി എക്സ്ട്രാ 2 വണ്ടി ഉണ്ട്. ആ 2 വണ്ടി 20 കയറ്റിയിട്ടുണ്ട്. നന്നായി. ഇപ്പൊ ഒരാൾ ഇവിടെ ഉണ്ടതില്ല. പോരെ അവിടെ സ്റ്റക്കാവാണ്ട് പോരട്ടല്ലേ. ഇത് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇത് ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് ഡെസേർട്ടിലൂടെയുള്ള ഒരു യാത്ര. നമ്മളൊക്കെ കുറച്ച് പറഞ്ഞല്ലോ, കുറച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു വണ്ടി അവിടെ നിന്ന് കുറച്ച് സ്റ്റക്കായി. അതൊക്കെ മാറ്റി നമ്മൾ വീണ്ടും ഇവിടെ യാത്ര തുടരുകയാണ്. ഇതുകൊണ്ട് പിന്നെ രമേശ് ചേട്ടൻ ഇച്ചിരി തിരക്കിലാണ്. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കുറെ ചോദ്യങ്ങൾ രമേശ് ചേട്ടനോട് ചോദിക്കാനുണ്ട്. സാരഥി 4x4 നേഷൻ അഡ്വഞ്ചറസ് ക്ലബിന്റെ സാരഥിയാണ് ആള്. നല്ല തിരക്കിലാണ്. രമേശ് ചേട്ടാ ഫ്രീ ആകുമ്പോ പറയുന്നത് കേട്ടോ. ഫ്രീ ആണല്ലേ രമേശ് ചേട്ടാ? എന്റെ ഒന്നാമത്തെ ചോദ്യം, നമ്മള് അവിടെ കയറി വഴിന്ന് മെയിൻ റോഡിൽ നിന്ന് നമ്മള് ഡെസേർട്ടിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് കയറിയ ഉടനെ വീലിന്റെ കാറ്റ് വെച്ച് വിടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എന്താ അതിന്റെ ഒരു? അത് ശരിക്കും നമ്മൾ റോഡിൽ ഓടിക്കുമ്പോ കാറ്റ് ഫുള്ള് ഏകദേശം 35 PSI ആണ് നമ്മൾ അടിക്കുക. അതായത് ഫുൾ ശരിക്കല്ല. റോഡിലും ഹാർഡായിട്ടുള്ള സർഫേസിൽ അത് മതി. പക്ഷെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസിൽ വരുമ്പോ അത് നമുക്ക് കുറച്ചും കൂടി വണ്ടി ടയറിനായിട്ട് ഗ്രിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ കുറയ്ക്കും. അപ്പൊ അതിന് വീതി കൂടും. അപ്പൊ അതിനനുസരിച്ച് ഗ്രിപ്പ് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എയർ കളയുന്നത്. നമ്മൾ ഏറ്റവും റോഡിലോടിക്കുന്ന അതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡിഗ് ചെയ്ത് പോകുള്ളൂ. എന്ന് വെച്ചാൽ നാരോ ആയിരിക്കും. വീതി നമ്മൾ എയർ കുറയ്ക്കുമ്പോൾ ടയറിന്റെ വീതി കൂടും, കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എയർ കുറയ്ക്കുന്നത്. അതൊരു 15 ആ PSIയിലേക്ക് നമ്മൾ എയർ കുറച്ച് കൊണ്ടുവരും. അപ്പം ഈ ഒരു മരുഭൂമിയിലൂടെയുള്ള ഈ ഒരു യാത്രയില് 4x4 നേഷനെ ലീഡ് ചെയ്യുന്നത് രമേശ് ചേട്ടൻ അല്ലേ? അതെ, ഇന്ന് ഞാനാണ് ചെയ്യുന്നത്. ഒരുപാട് ലീഡുകളുണ്ട്. അപ്പൊ നമ്മളെ ക്ലബിൽ ഏകദേശം ഒരു 10-12 പേര് ലീഡ് തന്നെ ചെയ്യാറുണ്ട്. അതുപോലെ ഡ്രൈവുകളും കാര്യങ്ങളും അത്യാവശ്യമാണ്. അതുപോലത്തെ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ കണ്ടില്ല, ഇപ്പൊ ഒരാൾ സ്ട്രക്ക് ആയാലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു വണ്ടി സ്റ്റക്ക് ആയെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബേസിക്സ് കാര്യങ്ങൾ ആൾക്കാരെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ ഇതിലേക്ക് ഇറക്കാറുള്ളൂ. ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതാണ്. വണ്ടി സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്ത് പോരാം, ഇതാണ് ഒന്നാമത് നമ്മൾ ബേസിക് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യങ്ങൾ. അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഒറ്റയ്ക്ക് പോവാറില്ല സാധാരണ. പക്ഷെ പോയി വന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് പോരാം, അത് നമ്മൾ ഒരു ക്ലാസ് പോലെ കൊടുക്കും എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ടാണ് എക്യുപ്മെന്റ്സ് ഒരുപാടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഷവല് വേണം, പിന്നെ കെട്ടി വലിക്കാനുള്ള റോപ്പ് വേണം. സാധാരണ റോപ്പ് അല്ല, ഒരു കൈനറ്റിക് റോപ്പ് പോലെ കുറച്ച് എലാസ്റ്റിക് ഇതുള്ള റോപ്പുകളാണ് വേണ്ടത്. എല്ലാ വണ്ടിയിലും ഡ്രൈവ് ചെയ്യുന്ന വണ്ടികളിൽ ഇത് കമ്പൽസറി ആണ്. ഇനീഷ്യലൊക്കെ വരുമ്പോ അതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളൊരുവിധം ഓടിക്കും അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വേണം. എന്തെങ്കിലും ഒരു ആവശ്യം പുറകെ വരുന്നവർക്കുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി കണക്റ്റഡ് ആണ്. ഈ വാക്കി ടോക്കി വഴി ബന്ധപ്പെടാൻ പറ്റും.
എന്തേ രമേശ് ചേട്ടന് മെസ്സേജ് വന്നു. ഓക്കെ വരാം. എന്താ രമേശ് ചേട്ടാ? എല്ലാം സ്റ്റക്ക് ആവണം വണ്ടികൾ ഇതുപോലെ വണ്ടികള് നോക്കിയിട്ട് എടുക്കട്ടോ. സ്റ്റക്ക് ആവുന്നുണ്ട്. തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ വണ്ടി സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അവിടെ തന്നെ അവര് വക്കത്തൊക്കെ വേണ്ടി നമ്മളെ ലീഡ് ചെയ്താണ്. ഇന്നിപ്പോ നമ്മള് പോകുന്നത് ഇഫ്താർ കിറ്റുമായിട്ടാണ് അല്ലേ രമേശ്? അതെ, ഇഫ്താർ കിറ്റാണ്. നമ്മളൊരു കൂട്ടം നഴ്സുമാര്, യുഎയിലത്തെ നഴ്സുമാരുടെ ഒരു സംഘടന അവര് കളക്ട് ചെയ്തിട്ടുള്ള ഇഫ്താർ കിറ്റുകൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ സാധാരണ ലേബർ ക്യാമ്പൊക്കെ എല്ലാവരും എത്തുന്നതാണ്. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ അധികം ആൾക്കാർ എത്താത്തതുകൊണ്ട് നമ്മൾ കൂടുതലും ഇങ്ങനെ സ്ഥലങ്ങളിലാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യാൻ പറയാം. റൈറ്റ് ലെഫ്റ്റ് ഓടിക്ക്. ഞാൻ വേറെ അവർ വിളിക്കാം. നീ ആ 4x4 ടീമിനെ വിളിച്ചാ? എടാ രണ്ടായിട്ട് തിരിഞ്ഞു പറഞ്ഞില്ലേ? ഇരുവെണ്ണം വെച്ചിട്ട് അത്ര 100 ഇല്ല, ഇത് നമ്മുടെ അമ്പലത്തില് പൂജയ്ക്ക് എടുക്കുന്നതാണ്. ഇവിടെ നോക്കിയാൽ രണ്ട് സൈഡിലും ഫുള്ള് എരിക്ക കേട്ടോ. കണ്ടിട്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നുന്നു. നാട്ടിലിപ്പോ ഇല്ല എരിക്ക്. ഇവിടെ ദുബായിയുടെ മരുഭൂമിക്കുള്ളിൽ ഫുള്ള് എരിക്ക് നിറയെ പൂത്ത് ഇഷ്ടം പോലെ. ഇത് ഓടിക്കുമ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ. കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത്ര വലിയൊരു താല്പര്യം കാണില്ല ഇതില്. എന്ന് വെച്ചാൽ കൂടെ ഇരിക്കണല്ലോ, ഓടിക്കുമ്പോഴാണ് എന്റെ തെറ്റില്. ഓടിക്കുന്ന ആൾക്കാർക്ക് ഓക്കെ, ചിലവർ എൻജോയ് ചെയ്തിരിക്കുമ്പോൾ അവർക്ക് ആസ്വദിക്കാം. അല്ലാത്തതെന്ന് വെച്ചാൽ ശരിക്കും ഓടിക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ളൊരു ഇത് വരിക, ത്രില്ല് വരിക. ത്രില്ലെന്നല്ല, അതിന്റെ എൻജോയ് ചെയ്യുക. എന്ന് വെച്ചാൽ ഓടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണല്ലോ ഇതിൽ വരുന്നത്. അപ്പൊ ആ ഒരു ഇതില് ഓടിക്കുമ്പോഴേ അതിന്റെ ഒരു അതെ ഉറപ്പായിട്ടും എല്ലാവരും വണ്ടിയുള്ള ആൾക്കാരും അതെ. പിന്നെ അധികം ചെറിയ കുട്ടികളും നമ്മള് കൊണ്ടുപോകാറില്ല അങ്ങനെ വലിയത് വരുമ്പോ. ആദ്യം സേഫ്റ്റി നോക്കിയിട്ടാണ് എല്ലാം ചെയ്യാറുള്ളൂ. ഇതൊരു അനുഭവം തന്നെയാണ്. ഇതൊരു വേറൊരു ഫീലാണ്. ഇങ്ങനെ യാത്രക്കിടയിൽ എപ്പോഴും കാലാവസ്ഥയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇവിടെ നമുക്കറിയാം പൊടിക്കാറ്റൊക്കെ സാധാരണമാണല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മളെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് പിന്നെ അത് ഡ്രൈവ് ചെയ്യുള്ളൂ. ചില ഒരു ആവറേജ് ഒരു ക്ലൈമറ്റ് വിൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോരാം. പക്ഷെ അധികം വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അത്രയും കാറ്റ് വരുമ്പോൾ ട്രാക്കും മറിയും. ഇതുപോലെ ട്രാക്ക് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പുറകിൽ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് ഡിച്ച് എന്താണ് ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ഇതൊന്നും നമുക്ക് കിട്ടില്ല. പൃഥ്വിരാജിന്റെ ഒരു മൂവി കണ്ടല്ലേ, ആടുജീവിതം എന്ന് പറഞ്ഞൊരു മൂവി കണ്ടു. അതിനകത്ത് ഒരുപാട് കണ്ണു നിറയാത്ത മലയാളികൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അത് നമ്മൾ സിനിമയിലാണെങ്കിൽ ഞങ്ങളിപ്പോൾ കാണുന്നത് യഥാർത്ഥ ആടുജീവിതങ്ങളാണ്. ഈ മരുഭൂമിക്കുള്ളിൽ ആരാനും എത്തപ്പെടാൻ പറ്റാത്ത, നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഇവിടെ ആൾക്കാരെ കാണാൻ പോലും അവർക്ക് സാധിക്കില്ല പലപ്പോഴും. ഇതുപോലെയുള്ള ഒരു കൂട്ടം ആടുകളുടെയും ഒട്ടകങ്ങളുടെയും ഇടയിൽ ജീവിതം ജീവിച്ചു തീർക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് യഥാർത്ഥ ആടുജീവിതം. ഇതൊക്കെയാണ് ശരിക്കും പ്രവാസ ജീവിതം എന്നൊക്കെ നമ്മൾ പറയേണ്ടത്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് കാണാം അവർ താമസിക്കുന്ന ഏരിയയും
ചുറ്റോട് ചുറ്റും ആകെയുള്ളത് ഈ മണലാരണ്യങ്ങൾ മാത്രമാണ്. അകത്ത് വേറെ ആടുകളുണ്ട്. ഈ കാതൊക്കെ നല്ല നീളത്തിലുള്ള ആടുകൾ, അപ്പുറത്ത് വേറെ ഒരു കൂട്ടം ആടുകൾ. ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളും ഇവിടെ തന്നെയാണ്. ഈ ആടുകൾ വളരുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവർ. അഞ്ച് പേരുണ്ട്. ഇവിടെ നമ്മൾ ഒരാളെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇതിനകത്ത് ഒരു കൃഷി നടത്തുന്നുണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു ഫാം പോലെയാണ്. അവിടെയുണ്ട്, ഇപ്പുറത്തും ഉണ്ട്. ഇതിനകത്താണ് ഇവര് താമസിക്കുന്നത്. ജീവിതങ്ങളുടെ നേർക്കാഴ്ചകൾ നമ്മൾ പറയുന്നത്. നല്ല ഫാം കേട്ടോ. അയ്യോ, ഇത് ഒരു ഫാം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം തൊട്ടടുത്തടുത്തായിട്ടല്ല കേട്ടോ, കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ഫാം നമ്മൾ കാണാൻ. ഇതിപ്പോ കണ്ട GPS ഈ കാണിക്കുന്നത് എന്താ നീല നീല നമ്മള് പോയ വഴികളാ. എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സേവ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അറിയാൻ പറ്റും. ചിലപ്പോ പോയ വഴികൾ ചിലപ്പോ പോയ വഴി മറക്കരുതെന്നൊക്കെ പറയില്ലേ. ശരിക്കും ഇവിടെ ഇങ്ങനെ താമസിക്കുന്നവരുടെ ജീവിതം നമ്മള് സുഖമല്ലേ, ചിന്തിക്കാൻ പോലും പറ്റും. ഒരു മരുഭൂമിയുടെ നടുക്ക് ഒരു കുറച്ച് മൃഗങ്ങളുടെ കൂടെ ഒറ്റപ്പെട്ട ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. പക്ഷെ ഇങ്ങനെയും ജീവിതങ്ങളുണ്ട്. ഇതൊക്കെയാണ് പച്ചയായ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സോയിങ്ങാൻ, ലിവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു വലിയ മലയുടെ ഇടയിൽ കുറച്ച് പനകളും അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. എപ്പോഴും ശുദ്ധമല്ല, വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ല, പക്ഷെ വെള്ളം ഉണ്ടാവും. ആ നനവ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഇതൊക്കെയാണ് പ്രതീക്ഷയുടെ അല്ലെങ്കിൽ പ്രത്യാശയുടെ പച്ചത്തുരുത്ത് എന്നൊക്കെ പറയുന്ന പോലെ. ഈ നാലുപാടും ഇത്ര വലിയ മരുഭൂമിയുടെ ഇടയ്ക്ക് ഒരു പച്ചപ്പ് ഓടി വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് 3-4 പേരുണ്ട്. മാർക്കറ്റിലോട്ടൊക്കെ കൊണ്ടുപോകാൻ ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ സഞ്ചരിക്കുന്ന സൈഡിലെല്ലാം പാടങ്ങളാണ് കേട്ടോ. പച്ചക്കറി പാടങ്ങളാണ്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹൈദരാബാദിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പാലക്കാട് അല്ലേ? കാഴ്ചകളാണ്. നമുക്ക് ദുബായിൽ താമസിക്കുന്നവർക്ക് അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഒരു ജീവിത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ. വല്ലപ്പോഴും ആണെങ്കിൽ പോലും ഈ റമദാൻ്റെ പുണ്യമാസത്തിൽ അവരൊന്ന് വന്ന് കാണാനും ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കാനും സാധിച്ചു തന്നെ വലിയൊരു പുണ്യമായിട്ട് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഏരിയയിൽ ഇപ്പം നമ്മളിവിടെ നല്ല പൊടിയാണ് കേട്ടോ. ഇത് മൊത്തം പാലക്കിൻ്റെ തോട്ടമാണ്. ശരിക്കും നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പാലക്കാട് എത്തിയ ഒരു പ്രതീതി പോലെ തോന്നുന്നു അല്ലേ? നോക്കി, ഒരു പാലക്കാടിൻ്റെ പ്രതീതി. ആ ഒരു പാലക്കാടൻ കാറ്റും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പച്ചക്കറികളാണ് പാലക്കും അതുപോലെ കാറ്റും. റമദാൻ്റെ മാസത്തിൽ നമുക്ക് ഇതുപോലെയുള്ള ഈ സാധുക്കളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയാവാൻ സാധിച്ചെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയാം. റമദാൻ മാസത്തിൻ്റെ പുണ്യം. വിശപ്പ് അറിയുന്ന മറ്റുള്ളവരുടെ വിശപ്പ് അറിയുന്ന ആ വിശപ്പ് आप लोग किधर से आते हैं भैया? इधर लाके देते हैं आप लोगों को. किधर खाना इधर बनाते हैं आप लोग. നമ്മളിപ്പോൾ നിൽക്കുന്ന മറ്റൊരു ഫാമിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന പോക്കിലുള്ള ഫാമുകളിലെല്ലാം ഇറങ്ങിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നനച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒരു സൗകര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. ഒരു കൃഷിക്ക് വേണ്ടുന്ന ആവശ്യമുള്ള വെള്ളവും വൈദ്യുതിയും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ടെന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ ഒരുപാട് ആൾക്കാരുടെ അവരുടെ അധ്വാനം എന്നുള്ളതല്ല, അവരുടെ ഏകാന്തതയുടെ ഫലമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു സംസാരിക്കാനും ഒന്നും ഒരാളില്ലാതെ ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് അവർ ജീവിക്കുന്നത്.
മുരിങ്ങ കാഴ്ചക്കുന്നുണ്ടോ നോക്ക്, പക്ഷെ വിളവെടുപ്പായിട്ടില്ല. രണ്ടെണ്ണം ഇത് ഗിയർ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. ഞാൻ വിളിച്ചു വേറെ വണ്ടികളല്ല, പുള്ളിക്കൊന്ന് വെറുതെ അറിഞ്ഞിരിക്കാനാണെന്ന് വിചാരിച്ചു. നോക്കുമ്പോ പുള്ളി ഇത് കൊണ്ടുവരും. ദൈവം ഇവിടുന്ന് കേറിപ്പോ ഞാൻ പറയുന്നത് വണ്ടി മറിയും, സൂക്ഷിക്കണം. അത് ഭയങ്കര ഡേഞ്ചറാണ്. പറഞ്ഞു വേണമെങ്കിൽ കാണിക്കാം. ലിവിങ് ഏരിയ നമ്മൾ ഇത്രയും ഒരു വീടുകൾ കണ്ടതിൽ കുറച്ചൊരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഒക്കെ ഉള്ള ഒരു വീട് ഇതാണ് കണ്ടത് കേട്ടോ. അത്യാവശ്യം പൂക്കളൊക്കെയുണ്ട്. ഇവിടെ വൈക്കോൽത്തറും ഉണ്ട്. കച്ചി കോഴിക്കുട്ടികളുണ്ട്. നോക്കിയാൽ നിറയെ കോഴികളുണ്ട്, കുഞ്ഞുങ്ങള് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കച്ചി ഇത് കാണുമ്പോഴേ എൻ്റെ ചെറിയ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ വീട്ടില് പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വലിയ തുറു ഉണ്ടായിരുന്നു, കച്ചിത്തുറു എന്നാണ് പറയാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയില്ല, കച്ചി എന്താണെന്നും നെല്ലെന്താണെന്നും ഒന്നും അറിയില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ ബാല്യകാലം, ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ബാല്യകാലം. ഇതേ മുരിങ്ങ പൂത്തിരിക്കുന്നു നോക്കി, കണ്ടോ? നാട്ടിലായിരുന്നെങ്കിൽ ഇതെല്ലാം പറിച്ചിട്ട് നമുക്കൊരു മുരിങ്ങത്തോരൻ വെക്കാമായിരുന്നു. മുരിങ്ങപ്പൂ തോരൻ ഏറ്റവും ടേസ്റ്റുള്ള കറിയാണ് മുരിങ്ങപ്പൂ തോരൻ. സമയം ഉണ്ടായിരുന്നു, കുറച്ച് പറിച്ചെടുക്കായിരുന്നു. പാമ്പൊക്കെ ഉണ്ടോ? അതൊക്കെ കഴിയാൻ എന്തോ ഒരു പൂ നിൽക്കുന്നു. ഇത് കണ്ട കൊഴുക്കണത് വെള്ളം കൃഷിക്ക് ആവശ്യത്തിനായിട്ടുള്ള കോഴികൾ നോക്കി ഇഷ്ടം പോലെ ഉണ്ട്. കോഴികൾ ഇവിടെ വളർത്തുന്ന അത് ഇങ്ങോട്ട് വേട്ടോ. നമുക്കിവിടെ പച്ചക്കറി കൃഷി കാണാതെ കുറച്ച് വിശാലമായിട്ടുള്ള ഏരിയയാണ്. ഇതുണ്ടോ? ആഹാ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്. തക്കാളിക്ക് കാശിക്കുന്നത് എന്താ? ഇതുണ്ടോ? കായുണ്ട് കേട്ടോ, നിറയെ കായുണ്ട്. തക്കാളിയൊക്കെ അതേ നിറച്ച് കാഴ്ചയിരിക്കണം. ഇതിടെ പഴുത്ത് നിൽക്കുന്നു തക്കാളി. പറിക്കല്ലേ? പറിക്കട്ടെ? വേണ്ട, പറിക്കണ്ടെന്ന് വെറുതെ പഴുത്ത് നിൽക്കുന്നു. നല്ല രസമായിട്ടുണ്ട്. ഇവിടെ എല്ലാം തക്കാളി കൃഷിയാണ് ഇവിടെ കൂടുതൽ നോക്കി. മറ്റതൊക്കെ അല്ലേ മല്ലിയിലേക്കാണ് തോന്നിയിരുന്നത്. ഈ ആഹാരം നമുക്കറിയാമല്ലോ, റൊട്ടിയാണ്, ഗോതമ്പിൻ്റെ റൊട്ടി. അതുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ, റൊട്ടി ഉണ്ടാക്കുന്ന. ഇതൊക്കെയാണ് ജീവിതങ്ങൾ. ഇങ്ങനെയാണ് റൊട്ടി ഉണ്ടാക്കുന്നത്. റൊട്ടിയുടെ മാവൊക്കെ കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇത്താൻ സമയം, നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയും ഇതാണ് ഇവരുടെ തന്തൂരി റൊട്ടി. തന്തൂരി റൊട്ടി ഈ ഒരു വീപ്പ, ഇത് സാധാരണ ഒരു വീപ്പയാണ്. ഒരു വീപ്പ, നോർമൽ ഒരു വീപ്പയാണ്. ആ വീപ്പയാണ് ഇവര് അടുപ്പാക്കിയിരിക്കുന്നതും റൊട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമാക്കിയിരിക്കുന്നതും ഒക്കെ ആ ഒരു വീപ്പയാണ്. ഞാനൊരു തക്കാളി കണ്ടപ്പോഴത്തേക്ക് ചോദിച്ച് മേടിച്ചു കേട്ടോ. ഇതാണ് അവർ താമസിക്കുന്ന വീട് കേട്ടോ. ഇത് അടുക്കള കേട്ടോ. ഇതാണ് അവരുടെ അടുക്കള. ഗ്യാസൊക്കെ ഉണ്ട്. പരിമിതമായ സൗകര്യങ്ങളിലേ കുടുംബം പോറ്റാനായിട്ടൊക്കെ ഉള്ള ജീവിതം. ഇതാണ് കിടപ്പുമുറി. സണ്ണുണ്ടായിരുന്നു ഷാജഹാന്റെ ബാങ്കിൽ. നമ്മൾ ഫുഡ് കിറ്റൊക്കെ വിതരണം ചെയ്തു. ഇപ്പം നോമ്പ് തുറക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് കഴിഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോവാം കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കാനായിട്ടുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇന്നത്തെ ഒരു യാത്ര. പ്രത്യേകിച്ച് 4x4 നേഷൻ രമേശ് ഏട്ടനും എൻ്റെ സാരഥികൾക്കും മറ്റുള്ള എല്ലാവർക്കും വലിയൊരു നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. വളരെ സേഫായി കൊണ്ടുപോയി, സേഫായിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ടു. ഇപ്പോഴാണ് കാണുമ്പോ ഇത് കൊള്ളാലോ. ഇതെന്താ സംഭവം? നിങ്ങളെ കാണാനില്ലല്ലോ. നമ്മള് ഇവിടെയാണ് നമ്മൾ നോമ്പ് തുറക്കാൻ വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ എന്താണോ നമ്മൾ വണ്ടീനെ ഒരു വണ്ടി പുറകോട്ട് ലോയിലിട് ബട്ടൺ ഇല്ല, ബട്ടൺ 4L ഇട്.
ഒന്നൊന്നര വളമായി രമേശേട്ട സ്കോർ ചെയ്ത്. ഇവരെല്ലാം ഇവിടെ എത്തിയല്ലോ. ഇഫ്താറിന്റെ സമയമായിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇഫ്താറിന് വേണ്ടിയിട്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ യാത്ര ഒരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷവും തന്ന ഒരു യാത്രയായിരുന്നു. ഈ ഒരു ഡെസേർട്ടിലുള്ള ആടുജീവിതങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം നൽകുവാനായി പോയത്. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു ഭംഗി, ഇതൊക്കെ എന്ത് ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് നോക്കി. പുറകിൽ കാണാം പർവ്വതനിരകളാണ്. ഇതൊക്കെയാണ് മരുഭൂമിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാല് താന്ന് പോവാണ്. നമ്മുടെ സാരഥി രമേശേട്ടൻ തിരക്കോട് തിരക്കാണ് ആള്. നമ്മളെയൊക്കെ ഇവിടെ കൊണ്ട് സേഫായിട്ട് കൊണ്ടുവന്ന് എത്തിച്ചു. വളരെ നല്ല അനുഭവമായിരുന്നു ഈ ഒരു യാത്ര. അതുപോലെ തന്നെ ഈ ഒരു ഇഫ്താറിൻ്റെ ഒരു തിരക്കിലേക്ക് ഇനി ഞങ്ങൾ കിടക്കുകയാണ്. അവിടെ ആഹാരം ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് മൊത്തം കേട്ടോ, ഇത്രയും ഇനി വരാനുണ്ട്, 1-2 വണ്ടികളോട് വരാനുണ്ട്. ഈ ഒരു ഗ്രൂപ്പ് മൊത്തം നമ്മളിന്ന് മരുഭൂമിയിൽ ആടുജീവിതങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാര സാധനങ്ങളുമായി പോയതായിരുന്നു. ഇനിയിപ്പം ഇവിടെ ഒരു സന്തോഷം, ഓരോ നോമ്പുതുറയും ഓരോ സന്തോഷമാണ്. അപ്പം ഇന്ന് ഒത്തൊരുമയുടെ സന്തോഷമാണ് നമ്മളിവിടെ നോമ്പ് തുറക്കാൻ പോകുന്നത്. 4x4 നേഷൻ ഡ്രൈവും അതിൻ്റെ കൂടെ എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി കൂടി ചേർന്ന് നടത്തുന്ന നോമ്പുതുറയാണ്. ഞങ്ങൾ അവിടെ ഞങ്ങള് മേടിക്കുന്ന ഹോട്ടലിൽ സന്ധ്യയോടെ